പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. 50-ലേറെ പശുക്കളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. പ്രദേശത്തെ പറമ്പുകളിൽ കൂട്ടത്തോടെ എത്തി പശുക്കൾ കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. വാഴയും പച്ചക്കറിയും ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയായതോടെ കർഷകർ ഇവയെ തുരത്താൻ പാടുപെടുകയാണ്. 2 ആഴ്ച മുൻപാണ് പശുക്കൾ ഇഞ്ചക്കുണ്ട് പ്രദേശത്തെത്തിയത്. 3 കിലോമീറ്റർ മാറിയുള്ള മുപ്ലി എസ്റ്റേറ്റുകളിൽ അലഞ്ഞു നടന്ന പശുക്കളാണ് ഇവിടെ എത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാലപ്പിള്ളി കാരികുളം മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. പുലിയുടെ ആക്രമണം പതിവായതോടെയാകാം പശുക്കൾ കൂട്ടമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കാർഷിക മേഖലയായ ഇഞ്ചക്കുണ്ടിൽ തോട്ടപ്പശുക്കൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. കാടിറങ്ങിയ പശുക്കളെ പിടികൂടാൻ പുലി എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അധികൃതർ ഇടപെട്ട പശുക്കളെ തിരികെ വനമേഖലയിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പശുക്കളാണ് ഇതെല്ലാം. ഇത് മുപ്ലി എസ്റ്റേറ്റ് അലഞ്ഞു കഴിഞ്ഞിട്ട് നടന്നു നിന്നിരുന്ന പശുക്കളാണ്. ഈ പശുക്കള് ഇപ്പോൾ കുറച്ച് ആഴ്ചകളായി ഇഞ്ചക്കുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ SNDP നഗർ, അതുപോലെ തന്നെ പൂരസെറ്റ് ഓഫീസ്, ഇവിടെയുള്ള എല്ലാ പറമ്പുകളിലും കയറി മുഴുവൻ വാഴകളും മറ്റ് കൃഷികളെല്ലാം നശിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ പശുക്കൾ ഇവിടെ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് കാരികുളം എന്ന് പറഞ്ഞ എസ്റ്റേറ്റിന് പുലി വരികയും പുലി പശുക്കളെ പിടിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ പശുക്കൾക്ക് അവിടെ നിൽക്കാൻ ഭയം മൂലമാണ് പശുക്കളിപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രദേശത്തേക്ക് ഈ പശുക്കളുടെ പിന്നാലെ പുലിയും കൂടി എത്തിയാൽ ഈ പ്രദേശവും വളരെയധികം ഭീതിജനകമായി തീരും, പുലിയുടെ ആക്രമണത്തിന് വിധേയമായി തീരും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഒരു നിലപാട് കൈക്കൊള്ളണം എന്നാണ്